നമ്മളുടെ എല്ലാവരും ലൈഫിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് അത് രാഷ്ട്രീയമായിരിക്കും, ചില ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ഒരു വല്ല പടങ്ങളോ മൂവീസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ചില ആൾക്കാർക്ക് വല്ല സ്പോർട്സ് ആയിരിക്കും. അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലാണ്. നമ്മളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ അത് എവിടെയോ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും അതിലെന്തെങ്കിലും പോസിറ്റീവായി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ഭയങ്കര അപ്പായിരിക്കും, ഭയങ്കര ഹെവി ആയിരിക്കും. നെഗറ്റീവായി സംഭവിച്ച എവിടെയോ നടന്ന കാര്യമാണ്, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഡിപ്രഷൻ രീതിയിലേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം, നമ്മുടെ മെൻ്റലി തന്നെ അത് ആകെ മൂഡ് തന്നെ പോകണം. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും തോന്നിയേക്കണം ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുട്ബോൾ മാച്ചസ് ആണ്. ഈ ISL തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് മാച്ച് ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ, ഈ വീഡിയോ ചെയ്യുന്ന ദിവസം, അതായത് ഇന്ന് ഈസ്റ്റ് ബംഗാളും കേരളമായിട്ട് കളി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കളി തുടങ്ങി ISL കേരളം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നോക്കുകയാണെങ്കിൽ മേ ബി 1-2 മാക്സിമം ഒരു 3 കളി മിസ്സായിട്ടുണ്ടാവും തോന്നുന്നില്ല ഫുള്ളായിട്ടും, എന്നാലും മാക്സിമം അത്ര എൻ്റെ ഒരു ഓർമ്മയിൽ മിസ്സായിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ മാച്ചസും ഞാൻ കാണാറുള്ള ഒരാളാണ്. ഒരുപാട് ഡൗൺസും ചെറിയ അപ്സും മാത്രമുള്ള കേരള ബ്ലാസ്റ്റേഴ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു കളി കഴിഞ്ഞിരുന്നു, ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്. ബട്ട് നമ്മൾ എന്തെന്നല്ല, അത് കഴിഞ്ഞ കളിയിലൊക്കെ പൂരെ തെറിയായിരുന്നു. മഞ്ഞപ്പടറ ഗ്രൂപ്പിലൊക്കെ നമ്മളുണ്ട്, ഭയങ്കര തെറിയായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ മൈൻഡ് ഔട്ടായി. കാരണം ഒന്നിനും പറ്റില്ല, നമ്മൾ ഈ ഇത്രയും ഇമോഷൻ കൊണ്ട് നടക്കുന്ന ഒരു ക്ലബിന് വേണ്ടി ഒരു സ്പോർട്സ് ടീമിന് വേണ്ടി ഇത്രയും ഇമോഷൻ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. സോ അവരൊക്കെ മടുത്തു ഈ സീസണിൽ. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുറേ 4 കളി അടുപ്പിച്ച് പൊട്ടലും ഇതൊക്കെ വന്നപ്പം പിന്നെ പറയണതൊക്കെ നെഗറ്റീവായി. നമ്മളിനി കാണില്ല, ഇനി ഒരു കാരണവശാലും കാണില്ല, മെമ്പർഷിപ്പ് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് കാണാതിരിക്കില്ല. ഇന്ന് കണ്ടു. മുമ്പത്തെ പോലെയല്ല, കുറച്ച് നല്ലതാണെന്ന് പറയാൻ പറ്റും, പക്ഷേ ഒരുപാട് പോരായ്മകളുണ്ട്. എടുത്തു പറയേണ്ട ഒരു പേര്, ഒരുപാട് പേര് കളിച്ചിട്ടുണ്ടാവും, നന്നല്ലാതെ കളിക്കുന്നവരുണ്ടാവും. പക്ഷേ എനിക്ക് ഈ ഒരു പുതിയൊരു സൈനിങ് നമ്മൾ കണ്ടിരുന്നു, ഫാലു എന്ന് പറഞ്ഞ പുതിയൊരു സൈനിങ് വന്നിരുന്നു. ഈ ഒരു സൈനിങ് വരുമ്പോൾ പറഞ്ഞത് 1.5 വർഷമായി ഫുട്ബോൾ കളിച്ചിട്ടതാണ്. പക്ഷേ പുള്ളി 1.5 വർഷമായി കളിച്ച പോലെയൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പുള്ളി ഭയങ്കര സിമ്പിളായിട്ട് കൂളായിട്ടാണ് കാര്യങ്ങൾ ഗ്രൗണ്ടിൽ, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കരമാണ്. എനിക്ക് അങ്ങനെ തോന്നി ഈ ഒരു മാച്ചിൽ. ഇനി അടുത്ത മാച്ച് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ 1.5 വർഷം കഴിഞ്ഞ് 1.5 വർഷം ഗ്രൗണ്ടിൽ ഒരു കോമ്പറ്റീറ്റീവ് ഗെയിംസ് കളിക്കാണ്ട് വന്ന ഒരാളെ പോലെയല്ല എനിക്ക് തോന്നിയത്. അത് അടിപൊളി ഒരു പോസിറ്റീവ് സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. എനിവേ ഒരു പോയിന്റ് കിട്ടി. മിഡിൽ കളിയില്ല, സ്ട്രൈക്കേഴ്സ് ഇല്ല, ഡിഫൻസ് ഓക്കെ എന്ന് പറയാൻ പറ്റും. എല്ലാവരും ഡാനിഷിനെ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പറയുന്നത്. ഞാൻ ഇത്രയും കാലം ഞാൻ പറഞ്ഞല്ലോ, ഡാനിഷ് എന്ന് പറയുന്ന പ്ലെയർ ഭയങ്കര ആത്മാർത്ഥതയുള്ള പ്ലെയറാണ്. പക്ഷേ ആത്മാർത്ഥ കൊണ്ട് കളി നടക്കില്ലല്ലോ. ആത്മാർത്ഥ മാത്രമേ ഉള്ളൂ, കളിക്കാറില്ല. മറ്റേ നന്ദി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ആത്മാർത്ഥ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എനിവേ എങ്ങനെയൊക്കെയോ പണ്ടൊക്കെ ഡ്രോ മാച്ച് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതിപ്പം എവേ മാച്ചായിട്ട് നമ്മൾ ഒരു പോയിന്റ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തോ വലിയ സ്വർഗം കിട്ടിയ പരിപാടിയാണ്, വലിയൊരു സംഭവം, അടിപൊളി എന്നൊക്കെയാണ്. അത് ഈ ഒരു കിക്ക് ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, നാളെ കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആയിരിക്കും. പക്ഷേ തോറ്റ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല, ജയിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഈ ഒരു കളി ജയിച്ചിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ഫാൻസ് കുറേ റീലൊക്കെ ഇട്ട് പൊളിച്ച് തകർത്തേനെ. സത്യം പറഞ്ഞാൽ ഈ ഒരു മാച്ച് ഡ്രോ മാച്ച് ആയതുകൊണ്ട് മീൻസ് കോച്ചിന് ചിലപ്പോൾ കുറച്ചും കൂടി ലൈഫ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കണ്ടറിയാം, വേൾഡ് നമുക്ക് എന്താ ലീഡിങ് മീൻസ് കപ്പൊക്കെ ആഗ്രഹിച്ചെന്ന് നമ്മളിപ്പം റെലഗേഷൻ ആവുമോ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. എനിവേ മാച്ച് കണ്ടു. ഈ ഒരു ചാനൽ ഒരു സ്പോർട്സ് റിവ്യൂ ചാനലൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേരിലുണ്ടാവും. സോ എനിക്കതിലൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയാണ്. അപ്പം അത് ഇന്ന് കണ്ടപ്പം ഒരു പോയിന്റ് കിട്ടിയപ്പം ആ ഒരു പോസിറ്റീവ് മൂഡ് വന്നു. ഒരു പോയിൻ്റാണ്, മീൻസ് കളി ജയിച്ചിട്ട് പോലും ഇല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു പോയിന്റ് കിട്ടിയപ്പോഴേക്കും എൻ്റെ മൂഡ് ശരി ഹെവി ആയി, മീൻസ് ഒരു ഹാപ്പി ആയി. അപ്പം ഒരു റീൽ ചെയ്യാം, മീൻസ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. എന്താവുമെന്ന് അറിയില്ല, റെലഗേറ്റ് ആവുമെന്ന് അറിയില്ല. മുഹമ്മദൻ ഉള്ളതുകൊണ്ട് മേ ബി റെലഗേറ്റ് ആവാതിരിക്കാം. ഡൽഹി എന്താണെന്ന് അറിയില്ല, ഡൽഹി ചിലപ്പോൾ അവസാനം കൊണ്ട് കളിക്കാം. മാനേജ്മെൻറ്റ് തീരെ ശോകമാണ്, നമുക്കറിയാം. ഈ സമയത്തൊക്കെ ഞാൻ ആലോചിക്കുക, സബ് കഴിഞ്ഞാൽ നമുക്ക് കളിപ്പിക്കാൻ ആരില്ല. നിഹാലിനെയൊക്കെ നമ്മൾ കാത്തുക്കണം, നിഹാൽ വന്നു, നിഹാൽ പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ മൈൻഡ് പോകുന്നത്. ഈമനി അസറിനൊക്കെ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ ഉണ്ടാണെങ്കിൽ മേ ബി ഒരു ചെറിയ ഗെയിം ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ്. ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും റെലഗേറ്റ് ആവാണ്ട് ഒരു സീസൺ അങ്ങനെ പോട്ടെ. അറ്റ്ലീസ്റ്റ് ഈ സീസണിലെ ഫസ്റ്റ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഗോളായിരുന്നു. അതും ഗോളടിച്ചത് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക് പ്ലെയർ ആയിട്ടുള്ള ബിൻദാസും അച്ഛലൊക്കെയാണ്, വലിയ പ്ലേയേഴ്സിന്. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല സ്റ്റാർ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ അക്കാഡമിയിൽ നിന്ന് ബിൻദാസും ഈ പറഞ്ഞ അച്ഛലൊക്കെയാണ്, മീൻസ് മറ്റുള്ള കേരളത്തിൽ കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം നമ്മുടെ നിലവാരം. സോ ആ ലെവലിലാണ് നമ്മൾ, ഐ ലീഗിനേക്കാളും താഴെയാണെങ്കിൽ വേണം പറയാം. ബട്ട് സ്റ്റിൽ ഇന്ന് കേരളം നന്നായി കളിച്ചാണോ ഈസ്റ്റ് ബംഗാൾ പൊട്ടയെ കളിച്ചാണോ എന്നറിയില്ല. എനിവേ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പ്ലെയറിൻ്റെ എടുത്ത് പറയണം പെർഫോമൻസ്. 1.5 വർഷം കഴിഞ്ഞ് വന്നിട്ടും ആ ഒരു നല്ലൊരു പ്രസൻസ് ഉണ്ടായിരുന്നു. പറയണം മത്സരം നല്ല രീതിയിൽ ഇത് ചെയ്തിരുന്നു. ഹോർമി ഇത്രയും നല്ലൊരു പ്ലെയറായിട്ട് ഇനിയിപ്പോൾ നോക്കിക്കോ, ഹോർമിയൊക്കെ വെച്ച് നല്ല ഫോമിൽ വന്ന് അടുത്ത സീസണിൽ ഹോർമി ആയിരിക്കും ആദ്യം തട്ടുന്നുണ്ടാവും, നല്ല പൈസയ്ക്ക് കിട്ടും. കുറേ കാലമായി ഹോർമിയെ വിൽക്കാൻ വെച്ചേക്കണം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീസണിൽ കളിക്കാൻ കിട്ടില്ല, അപ്പോൾ അവൻ്റെ ഡിമാൻഡ് കുറയും. ഈ സീസണിൽ നന്നായി പെർഫോം ചെയ്ത് സ്വാഭാവികമായിട്ടും കുറച്ച് പൈസ കിട്ടുമ്പോൾ അടുത്ത സീസണിൽ മാനേജ്മെൻറ്റ് വിറ്റ് ഒഴിവാക്കാനാണ് സാധ്യത. എന്തായാലും നോക്കാം. വളരെ ഹാപ്പി.
ഭയങ്കര ഹാപ്പി മൂഡാണ്. ഒരു പോയിന്റേ കിട്ടിയില്ലെങ്കിലും സ്റ്റിൽ ഹാപ്പി. ഈ വർഷത്തെ ഈ സീസണിൽ ഒരു പോയിന്റേലും കിട്ടിയല്ലോ. റിലേറ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് ഇനിയും കണ്ടിരിക്കാം. ബൈ.